ഇപ്പോൾ താങ്കൾ പറഞ്ഞ കൊച്ചി മെട്രോയുടെ വിഷയത്തിൽ നമ്മൾ ആ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരു കാര്യമായിരിക്കുമല്ലോ. ഇപ്പോൾ നാളുകൾ കഴിയുമ്പോൾ ആ കാര്യം അത് റെക്കോർഡ്സായി ഉള്ളത് മാറ്റാനൊന്നും സാധിക്കില്ലല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ കൊച്ചി മെട്രോ പണി നടക്കുന്ന സമയത്ത് എന്താണ് അന്നത്തെ LDF പ്രതിപക്ഷം ഉയർത്തിയ വാദങ്ങൾ? വസന്ത് പറയുന്ന തരത്തിൽ മെട്രോയ്ക്കെതിരെ സമരം ചെയ്തോ CPIM എന്നുള്ളതാ. കൈരളിയുടെ തന്നെ ഒരു പഴയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഇപ്പോൾ മാറ്റം വരുത്താനൊന്നും നമുക്കാകില്ലല്ലോ, വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അതൊന്ന് കേട്ടിട്ട് വരാം. കൊച്ചി മെട്രോ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തികൾ അട്ടിമറിക്കാനും കമ്മീഷൻ വാരാനും UDF മന്ത്രിമാരും ഉദ്യോഗസ്ഥ ലോബിയും ചേർന്ന് നടത്തുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും കൊച്ചി മെട്രോയുടെ നിർമ്മാണം DMRCയെയും E ശ്രീധരനെയും ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മനുഷ്യ മെട്രോയുടെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 10,000 അണിനിരന്നത്. മെട്രോയുടെ പാതയിൽ ആലുവ പുളിഞ്ചോട് മുതൽ തൃപ്പൂണിത്തുറ പേട്ട വരെയുള്ള 27 കിലോമീറ്റർ നീളത്തിൽ 30,000-ലധികം പേരാണ് ഏകമനസ്സോടെ പ്രതിഷേധിച്ചത്. ജോസ് ജംഗ്ഷനിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരും പ്രവർത്തകരും കണ്ണികളായി. 5 മണിയോടെ ജസ്റ്റിസ് ഷംസുദ്ദീൻ പ്രതിജ്ഞാവാചകം ചൊല്ലി. ഞങ്ങൾ കേരളീയർ എല്ലാ അതിർവരമ്പുകൾക്കും അതീതമായി ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. കൊച്ചി മെട്രോ DMRCയെയും E ശ്രീധരനെയും ഏൽപ്പിക്കുക. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ് ആദ്യ കണ്ണിയായത്. LDF കൺവീനർ വൈക്കം വിശ്വൻ അവസാന കണ്ണിയായി. ജനകീയ പ്രതിരോധത്തിൻ്റെ പുതിയ മുഖമാണ് മനുഷ്യ മെട്രോയിലൂടെ കൊച്ചി നഗരത്തിൽ കണ്ടത്. തുടർന്ന് നഗരവികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ അധ്യക്ഷതയിൽ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. P രാജീവ് MP, S ശർമ്മ MLA, MV ഗോവിന്ദൻ, K ചന്ദ്രൻപിള്ള, NK പ്രേമചന്ദ്രൻ, ബിനോയ് വിശ്വം, കടന്നപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജോർജ് ജോസഫ്, 27/10/2012 കൈരളി TVയിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും കേട്ടത്. DMRCയും E ശ്രീധരനെയും മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് CPIM സമരം ചെയ്തിരുന്നു. ആ സമരം മെട്രോയ്ക്കെതിരാകുമോ? ഇതാണ് ഞാൻ കൈ ഉയർത്തിയതിൻ്റെ കാരണം. ഇത് ഓരോ കാര്യങ്ങളും ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്. കാരണം ഞാൻ എറണാകുളം ജില്ലക്കാരനായിട്ടുള്ള ഒരാളാണ്. അന്ന് മാധ്യമപ്രവർത്തകനായി സജീവമായി പ്രവർത്തിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അന്ന് ചങ്ങമ്പുഴ പാർക്കിൽ കൈരളി ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ശരത്ത് ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു ചർച്ചയിൽ കൂടി ഞാൻ പങ്കാളിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആദ്യം നമ്മൾ മെട്രോ എടുക്കുകയാണെങ്കിൽ മെട്രോയുടെ കാര്യത്തിൽ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയെ ഒരു ടെൻഡർ പോലും ക്ഷണിക്കാതെ അവരാണ് ഇതിനകത്ത് വളരെ പ്രാഗൽഭ്യമുള്ളവർ, അവരെ തന്നെ കൊണ്ടുവരണം എന്ന് ചില തൽപര കക്ഷികൾ അതിനകത്ത് നിർബന്ധം പിടിക്കുകയും അവരെ കരാർ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കം നടന്നപ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടായത്. അത് നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട്. കാരണം DMRCയെ പോലെ കേപ്പബിളായിട്ടുള്ള ഇന്ത്യയിലൊരു ഏജൻസി ഉണ്ട്, വളരെ അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള E ശ്രീധരൻ അതിൻ്റെ തലപ്പത്തിരിക്കുന്നു. അങ്ങനെ ഒരാൾ ഇത്രയും വളരെ വലിയൊരു ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുന്നതിന് പകരം ഒരു വിദേശ സ്വകാര്യ കമ്പനിയെ യാതൊരു വിധത്തിലുള്ള നടപടിക്രമങ്ങളോ അങ്ങനെയൊന്നും പാലിക്കാതെ അവർ എക്സ്പേർട്സാണ്, അവരല്ലാതെ ഇല്ല എന്നുള്ള രീതിയിലൊരു പ്രശ്നം വന്നപ്പോഴാണ് അന്ന് സമരത്തിലേക്ക് പോയത്. അതിൻ്റെ അർത്ഥം എന്താ? ആ സമരം വിജയിക്കുകയല്ലേ ചെയ്തത്. അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു, DMRCയെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ആ ശരിയായ നിലപാടിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിനടിസ്ഥാനത്തിൽ തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞു. അത് ജനകീയ പ്രതിരോധത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇനി രണ്ടാമത്തെ വിഷയം എടുക്കുക, കൊച്ചി വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ വിമാനത്താവളം വേണ്ട, വിമാനത്താവളം ഇവിടെ വരാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിലല്ല നടന്നത്. അവിടെ 2000 ഏക്കർ ഭൂമി എടുക്കുകയാണ്. ആ സമയത്ത് അത് എടുത്തപ്പോൾ ആളുകൾക്ക് അറിയില്ല, അവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പാവപ്പെട്ട നെൽപ്പാടമാണ് നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്. ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളെന്നുള്ളതിൽ ഞാൻ പറയുകയാണ്. അവിടെ നെൽപ്പാടങ്ങളിൽ നിന്നിരുന്ന് അവിടെ സ്ഥലമെടുക്കാൻ വന്നപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് തങ്ങളുടെ സ്ഥലം പോകുമോ, കൈവിട്ട് പോകുമോ, അല്ലെങ്കിൽ നിസ്സാരമായ എന്തെങ്കിലും കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടണം, ഇത് വിമാനത്താവളം വരുമ്പോൾ അവിടെ സൗകര്യപ്പെടുമെങ്കിൽ ജോലി അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് അത് വിമാനത്താവളം വരണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് ആ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി. ഒരു വികസനം വരുമ്പോൾ അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായ പാക്കേജ് കൊടുക്കണ്ടേ? ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ വികസനം എടുക്കുക, ആളുകൾ സന്തോഷപൂർവ്വമാണ് ഒഴിഞ്ഞു പോയത്. ഇപ്പോൾ നടക്കുന്ന കാരണം
അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഉയർന്ന വില നൽകി. തൊട്ടടുത്ത ആളുകൾ പലരും ഈ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെന്ന് പറയണമെന്ന് അവർ എടുക്കാതിരുന്നവർ, ഞങ്ങളുടെ കൂടെ എടുക്ക് സാറേ, ഞങ്ങളുടെ കൂടെ എങ്ങനെയെങ്കിലും എടുക്ക്. അപ്പോൾ പറഞ്ഞ അത്രയും സ്ഥലം ആവശ്യമില്ല, ഇത്രയേ ഉള്ളൂ. അല്ല, ഞങ്ങളുടെ കൂടെ എടുത്തോ. കാരണം അത്രയ്ക്ക് മികച്ച, കാരണം 75 ലക്ഷം 80 ലക്ഷം 1 കോടി 1.5 കോടി ഇതൊക്കെ കിട്ടുന്ന അവസരം ജനങ്ങൾക്ക് അവിടെ ഉണ്ടായി. അപ്പൊ ആ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് അന്ന് ആ സമരം അവിടെ ചെയ്തത്. അതും വിജയിച്ചു. അതുപോലെ തന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ട്രാക്കിൽ സമരം ചെയ്ത ആളാണ് എസ് ശർമ്മ, ഡിവൈഎഫ്ഐയുടെ ഈ പറയുന്ന എറണാകുളം ജില്ലാ സെക്രട്ടറി. ആ എസ് ശർമ്മ ഇന്ന് സിയാലിൽ ബോർഡംഗമാണ്. എങ്ങനെ വന്നു? അത് ഒരു കാര്യം, ട്രാക്കില് ആർക്ക് സമരം ചെയ്യാൻ കഴിയില്ല. ട്രാക്കില് അങ്ങനെ അതൊക്കെ വെറും തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തരുത് ദയവീത്. കാരണം ഒരു എയർപോർട്ടിന്റെ റൺവേയിൽ പോയി സമരം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ? എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടൂല്ലേ. അത് എസ് ശർമ്മ സമരത്തിന് നേതൃത്വം നൽകി. അതില് അദ്ദേഹം അന്ന് അവിടുത്തെ MLA ആയിരുന്നു, ആ ഭാഗത്തിന്റെ MLA ആയിരുന്നു. തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോ MLA രംഗത്ത് വരും. ആരെങ്കിലും താങ്കൾ ഇവിടെ പറയുന്നു ആരെങ്കിലും ഒരാൾ വിമാനത്താവളം വിട്ടുകൊടുക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആ ഭൂമിയുടെ അടിസ്ഥാന വില തന്നെ ഇന്ന് കാണുന്ന നിലയിൽ നിശ്ചയിച്ചത് അത് പിന്നീട് വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അങ്ങനെയാണ് ആ ഭൂമി ഏറ്റെടുപ്പ് പൂർണ്ണമാക്കാൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അത് ശ്രീ വ്യവസായ മന്ത്രിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു പഴയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഭൂമിയുടെ അടിസ്ഥാന വില ആരാണ് നിശ്ചയിക്കുന്നത്? അത് കേന്ദ്ര സർക്കാരല്ല, നമ്മളാണ്. അങ്ങനെയാണെങ്കിൽ ആ വില ഇത്ര ശതമാനമാക്കി ഉയർത്തി അത് ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. UPA ഗവൺമെന്റ് കൊണ്ടുവന്ന LARR ആക്ട് എന്താണെന്ന് അറിയില്ലേ? വരാം വസന്ത്, ഒരു മിനിറ്റ് വസന്ത്, ഞാൻ വരാം വസന്ത്. ഒന്നാമത്തെ കാര്യം, വസന്ത് ഇങ്ങനെ ഇടപെടുമ്പോൾ വസന്ത് പറയുന്നത് പൂർണ്ണമായും കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ചർച്ചയുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്താമെന്നതല്ലാതെ വസന്ത് പറയുന്ന കാര്യങ്ങൾ പ്രൊഡക്റ്റീവായി എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു പൂർത്തിയാക്കിയ ശേഷം ഞാൻ മടങ്ങി വരാം. പറയൂ ശ്രീ ജോർജ് ജോസഫ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് മതിയായ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ എന്താണ്, ഉത്തരേന്ത്യയിലോ മധ്യപ്രദേശിലോ ബീഹാറിലോ ഒക്കെ എടുക്കുന്ന പോലെ ലാൻഡ് ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഇവിടെ ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ്. ആ ലാൻഡ് ഉപയോഗിച്ച് അവർ ചെറിയ കൃഷികൾ, അവരുടെ ഉപജീവന മാർഗം പോലും അതാണ്. അതങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ നിസ്സാര വിലയ്ക്ക് സെൻറ്റിന് 5000 രൂപ വെച്ച് അല്ലെങ്കിൽ 10000 രൂപ വെച്ച് അങ്ങനെ വിട്ടുകൊടുത്ത് പോകാൻ അവർക്ക് കഴിയില്ലല്ലോ. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ പ്രശ്നം. ആ ഭൂമി ഏറ്റെടുക്കലിനാണ് 6600 കോടി രൂപ നീക്കി വെച്ച് ആ ഭൂമി ഏറ്റെടുക്കേണ്ട നാഷണൽ ഹൈവേക്ക് അഡീഷണൽ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കേരളത്തിന് നേരിടേണ്ടി വന്നത്. അങ്ങനെ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ 2 ലക്ഷം രൂപ സെൻറ്റിന് വിലയില്ലാത്ത ഒരു സ്ഥലവും കേരളത്തിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കോമ്പൻസേഷൻ പാക്കേജിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. പിന്നെ അതുകൂടാതെ ഈ ഭൂമിയിൽ അവർ ഉദ്ദേശിച്ചത് അധികമൊന്നും ആഴത്തിലല്ലാതെയാണ് ഈ ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്നത്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് അത് പറ്റില്ല, കുറേ കൂടി ആഴത്തിലേക്ക് പൈപ്പ് ലൈൻ പോകണം. കാരണം അതിന് മുകളിൽ വലിയ തോതിലുള്ള കൃഷി ചെയ്യാൻ കഴിയില്ലെങ്കിലും, അതേ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയില്ലെങ്കിലും പച്ചക്കറി കൃഷികളും ചീരകൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ ഈ പൈപ്പ് ലൈന് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ആവശ്യമല്ലേ? ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയല്ലേ ഈ കാര്യങ്ങൾ. അല്ലാതെ പൈപ്പ് ലൈൻ ഇടരുത്, ഇതിവിടെ പറ്റില്ല, വിമാനത്താവളം ഈ രാജ്യത്തിന് വേണ്ട, ഇത് നടക്കില്ല, കൊച്ചി മെട്രോ കൊച്ചിയിൽ വരാൻ പാടില്ല, ഇത് ഞങ്ങൾ ഓടിക്കില്ല, അങ്ങനെ ഒന്നുമല്ല സമരങ്ങൾ നടന്നത്. സമരങ്ങൾ അതാത് കാലഘട്ടത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ജനങ്ങളുടെ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതിനും ജനങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് പദ്ധതികൾ, അങ്ങനെ അതാണ് ജനകീയമായ രീതിയിൽ ഒരു പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ എക്സാമ്പിൾ. അത്തരത്തിലുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമരത്തിൻ്റെ പേരിൽ ഒരു പദ്ധതി നടപ്പാക്കാതെ പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയെ മാറ്റി ഈ DMRC തന്നെ ഏൽപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ ആ സമരങ്ങളുടെ പ്രസക്തി എന്താണെന്നും അതിൻ്റെ ലോജിക്ക് എന്താണെന്നും പിടികിട്ടും. ശരി.